യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ യോഗ തെറാപ്പി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ. യോഗശാസ്ത്രം ഭാരതത്തിൻ്റെ സംഭാവനയായ ഒരു ദാർശനിക ശാസ്ത്രമാണ്. യോഗ എന്നാൽ വെറുമൊരു വ്യായാമമുറയോ ശ്വസനക്രിയകളോ മാത്രമല്ല, സമഗ്രമായ ഒരു ജീവിത ശൈലിയാണ് യോഗ. ഹഠയോഗ, രാജയോഗ, ഭക്തിയോഗ, കർമ്മയോഗ എന്നിങ്ങനെ നിരവധി ശാഖകളുണ്ട് യോഗയ്ക്ക്. ഹഠയോഗയിലെ 8 അംഗങ്ങളാണ് അഥവാ ശാഖകളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിവ. ഇന്ന് ഇവയിലെ ആസനം, പ്രാണായാമം, ധ്യാനം മുതലായവയും മുദ്ര, ബന്ധ തുടങ്ങിയ രീതികളും ശരീര മനസ്സുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒഴിവാക്കാനും രോഗപ്രതിരോധം മെച്ചപ്പെടുത്താനും മറ്റുമായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇതോടൊപ്പം യോഗ ഒരു തെറാപ്പി അഥവാ ബദൽ ചികിത്സാ മാർഗമായും ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. യോഗയിലെ ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാനം, മുദ്ര, ബന്ധാസ്, ഷഡ്കർമ്മങ്ങൾ, യോഗയിലെ ആഹാര രീതികളും പഥ്യങ്ങളും മുതലായവ പ്രത്യേക രോഗാവസ്ഥകൾക്കനുസൃതമായി രോഗിയുടെ ആരോഗ്യസ്ഥിതി കൂടി മനസ്സിലാക്കി ഒരു ബദൽ സംവിധാനമായോ അഥവാ രോഗശമനം വേഗത്തിലാക്കുവാനുള്ള സമാന്തര രീതിയായിട്ടെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഇതാണ് യോഗ തെറാപ്പി എന്നറിയപ്പെടുന്നത്. ഹഠയോഗയിലെ ഷഡ്കർമ്മങ്ങൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾക്ക് സമാനമായ ശരീര ശുദ്ധീകരണത്തിനായി പറയുന്ന ക്രിയകളാണ്. ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളി ശരീരത്തിലെ ത്രിദോഷങ്ങളെ സമാവസ്ഥയിലാക്കാൻ ഇവ സഹായിക്കുന്നു. ഷഡ്കർമ്മങ്ങളിലെ ധൗതി, ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ മുതലായവയിൽ ഫലപ്രദമാണ്. നേതിക്രിയ നാസാദ്വാരങ്ങളെ ശുദ്ധീകരിക്കുക വഴി അലർജി സംബന്ധമായ രോഗങ്ങൾ, ജലദോഷം, തുടർച്ചയായ കഫക്കെട്ട്, ടോൺസിലൈറ്റിസ്, ചുമ, സൈനസൈറ്റിസ് പോലെയുള്ള തലവേദന എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ത്രാടകം കണ്ണിന്റെ ചില രോഗങ്ങളിലും ഏകാഗ്രത മുതലായ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കപാലഭാതി ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളിലും തലവേദനയിലും മറ്റും ആശ്വാസകരമായി ഉപയോഗപ്പെടുത്തുന്നു. യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാനം, മുദ്ര, ബന്ധാസ് മുതലായവ ആർത്രൈറ്റിസ്, സന്ധിവാതം, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ അസ്ഥി സന്ധിഗത രോഗങ്ങൾ, പേശീവാദം, സൈക്കോസൊമാറ്റിക് അഥവാ ശാരീരിക മാനസിക രോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ, മെറ്റബോളിക് അഥവാ ഉപാപചയ പ്രക്രിയയെ ബാധിക്കുന്ന രോഗാവസ്ഥകളായ തൈറോയിഡ്, PCOD, അമിതവണ്ണം മുതലായവയിലും, ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, വിഷാദം, അമിതമായ ഉത്കണ്ഠ എന്നിങ്ങനെയുള്ളവയിലും ആശ്വാസം ലഭിക്കാനായി നിർദ്ദേശിക്കാറുണ്ട്. അസ്ഥിസന്ധിഗത രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ മുതലായവയിൽ പുനരധിവാസ വ്യായാമങ്ങളിൽ ഉൾപ്പെടുത്തി പേശികൾക്ക് സ്ട്രെച്ചിങ്ങും ബലവും നൽകാനായി യോഗാസനങ്ങളിൽ ചിലത് ഉൾപ്പെടുത്താറുണ്ട്. കൂടാതെ നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി മുതലായ പ്രാണായാമങ്ങൾ, ധ്യാനം മുതലായവ രോഗസംബന്ധമായോ അല്ലാതെയോ ഉള്ള മാനസിക പിരിമുറുക്കം കുറച്ച് മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതിനാൽ അതുമൂലം വേദനകൾക്കും അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നതായി കണ്ടുവരുന്നു. മെറ്റബോളിക് അഥവാ ഉപാപചയ സംബന്ധമായ രോഗങ്ങളിൽ ശരീരത്തിന്റെ ഉപാപചയം മെച്ചപ്പെടുത്തുകയും ശരീരഭാരവും പല ഹോർമോണുകളുടെ പ്രവർത്തനവും ആരോഗ്യകരമായി നിലനിർത്താനും യോഗ തെറാപ്പി ഫലപ്രദമാണ്. നാഡീ സംബന്ധമായ രോഗങ്ങളിൽ പുനരധിവാസ വ്യായാമമായും ശരീരത്തിന്റെ ബാലൻസ് മെച്ചപ്പെടുത്താനും യോഗ തെറാപ്പി സഹായകമാണ്. യോഗ തെറാപ്പിയായി ചെയ്യുമ്പോൾ അത് അംഗീകൃത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്. യോഗ തെറാപ്പി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.